Hi, in this class, we will discuss what are the characteristics of cancer cells. Cancer cells are highly modified cells, so structurally, functionally, and biochemically, they are different from normal cells. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സെൽ സൈക്കിളിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയ സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരു വലിയ മാസായി മാറുന്നു. അതാണ് ട്യൂമർ എന്ന് പറയണത്. Then we will discuss what are the characteristics of cancer cell. The first one is uncontrolled multiplication due to defective cell cycle regulation. ഒരു ക്യാൻസർ സെല്ലിൻ്റെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡോസ് നോട്ട് ഹാവ് എ കൺട്രോൾ ഓൺ ഇറ്റ്സ് സെൽ ഡിവിഷൻ. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു കൺട്രോൾഡ് മാനറിലായിരിക്കില്ല. സാധാരണ സെല്ല് ഓരോ സ്റ്റേജിലും പ്രോട്ടീൻസ് വന്ന് പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നത് എന്ന് നോക്കി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനെ സെൽ ഡിവിഷൻ അവിടെ വെച്ച് സ്റ്റോപ്പായി ആ സെല്ല് നശിക്കും. ഇനി ക്യാൻസർ സെല്ലിൻ്റെ കേസിൽ എല്ലാം പ്രോപ്പർ ആയിട്ടാണോ നടക്കുന്നതെന്ന് നോക്കുന്ന ചെക്ക് പോയിൻറ്റ് പ്രോട്ടീൻസിന് മ്യൂട്ടേഷൻ സംഭവിക്കും. സോ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ കഴിയാതെ വരും, സെൽ സൈക്കിൾ റെഗുലേഷൻ നടക്കാതെ വരും. അങ്ങനെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള സെല്ലിൽ നിന്നുണ്ടാകുന്ന എല്ലാ സെൽസും മ്യൂട്ടേഷൻ വരും. സോ അതാണ് പറയണത് അൺകൺട്രോൾഡ് ആയിട്ടും ഡിഫക്റ്റീവ് ആയിട്ടുമാണ് സെൽ ഡിവിഷൻ നടക്കുന്നതെന്ന്. ഇനി അടുത്ത ഫീച്ചർ ആബ്സെൻസ് ഓഫ് ആൻകറേജ് ഡിപ്പെൻഡൻസ്. നോർമൽ സെൽസ് മസ്റ്റ് അറ്റാച്ച് ടു എ സർഫസ് ഫോർ proliferation. This is called anchorage dependence. ആൻകറേജ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് ഒരു സർഫസിലേക്ക് അറ്റാച്ച് ആയിരിക്കണം. നോർമൽ സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്യാൻ ഒരു സർഫസ് വേണം. ക്യാൻസറസ് സെല്ലായി കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. സർഫസ് ഇല്ലെങ്കിലും ഡിവൈഡ് ചെയ്യാമെന്ന കണ്ടീഷനിലേക്ക് വരും. മൂന്നാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാബിലിറ്റി ടു റെസ്പോണ്ട് ടു സ്റ്റിമുലി. Tumor cells often fail to properly respond to those stimuli which in normal tissues would evoke metabolic responses to maintain internal homeostasis. അതായത് എന്തൊക്കെ സ്റ്റിമുലസിനോടാണോ ഒരു നോർമൽ സെല്ല് റെസ്പോണ്ട് ചെയ്തത്, ആ സെല്ല് ക്യാൻസറസ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റിമുലസിനോടൊന്നും റെസ്പോണ്ട് ചെയ്യില്ല. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് സെല്ലുലാർ അഡീഷൻ ആൻഡ് ലോസ് ഓഫ് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. അടുത്തടുത്ത സെല്ലുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കും ഒരു നോർമൽ സെല്ലിൻ്റെ കാര്യത്തിൽ. ഇനി ക്യാൻസർ സെല്ലിന് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. ഒരു സെല്ല് ക്യാൻസർ സെല്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടിഷ്യൂവിലുള്ള നോർമൽ സെല്ലുമായി കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അടുത്തത് ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡീസ്പെഷ്യലൈസേഷൻ. ഓരോ ടിഷ്യൂവിനും ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ സെല്ല് ക്യാൻസർ സെല്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസ്പെഷ്യലൈസേഷൻ നഷ്ടപ്പെടും, ആസ് വെൽ ആസ് ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ. അടുത്തത് ലോസ് ഓഫ് സെൽ റെക്കഗ്നൈസേഷൻ ആൻഡ് ടിഷ്യൂ സ്പെസിഫിസിറ്റി. നോർമൽ സെൽസിന് അതിൻ്റേതായ ടൈപ്പിലേക്ക് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ക്യാൻസർ സെല്ലിന് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ ഓൺ ടൈപ്പ് ഓഫ് സെല്ലിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. അങ്ങനെ ടിഷ്യൂ സ്പെസിഫിസിറ്റി നഷ്ടപ്പെടും. ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെറ്റാസ്റ്റാസിസ്, ഇൻവാസീവ്നെസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഗ്രോത്ത്. Property of a cancer cell to move from its original location to some other locations within the body is called metastasis. ഇത് നടക്കാനുള്ള കാരണം എന്താ? ബിക്കോസ് ഓഫ് ലോസ് ഓഫ് കോണ്ടാക്റ്റ് ഇൻഹിബിഷൻ. പിന്നെ ഒൻപതാമത്തെ മെറ്റബോളിക് ഇംബാലൻസ്. നമ്മുടെ ബോഡിയിൽ ബാലൻസ് ആയിട്ടുള്ള ഒരു കാറ്റബോളിക് പ്രോസസ്സും ആനബോളിക് പ്രോസസ്സുമാണുള്ളത്. ഒരു നോർമൽ സെല്ലിനേക്കാളും വളരെ ഇംബാലൻസ് ആയിട്ടായിരിക്കും അതൊരു ക്യാൻസർ സെല്ലിൽ ഉണ്ടാവുന്നത്. അടുത്തത് എബിലിറ്റി ടു പ്രൊഡ്യൂസ് എംബ്രിയോണിക് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ. എംബ്രിയോണിക് സ്റ്റേജിൽ എക്സ്പ്രസ്ഡ് ആവുന്ന പ്രോട്ടീൻസ് എംബ്രിയോണിക് സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ ആ ജീനുകളെല്ലാം റിപ്രസ്ഡ് ആകും, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ വരും. ഇൻ ക്യാൻസർ സെല്ലിൻ്റെ കേസ് നോക്കുമ്പോൾ എംബ്രിയോണിക് സ്റ്റേജിലെ ആവശ്യം കഴിഞ്ഞ റിപ്രസ്ഡ് ചെയ്ത ജീനുകളെല്ലാം തന്നെ എക്സ്പ്രസ്ഡ് ആകും. അങ്ങനെയാണ് ക്യാൻസർ സെല്ല് അൺഡിഫറൻഷിയേറ്റഡ് സെല്ലായി മാറുന്നത്. അടുത്തത് ഹൈ അഡാപ്റ്റേഷൻ ടു അൺഫേവറബിൾ കണ്ടീഷൻസ്. ഓക്സിജൻ ഡെഫിഷ്യൻറ്റ് ഒക്കെ ആണെങ്കിൽ
ഒരു നോർമൽ സെല്ലിന് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്യാൻസർ സെല്ലിന് അങ്ങനെയല്ല. എനീറോബിക് എൻവയോൺമെൻറ്റിലാണെങ്കിൽ കൂടെ അതിന് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്തതാണ് കാറ്റപ്ലാസിയ ഓർ ഡിഫക്റ്റീവ് ഡിഫറൻസിയേഷൻ. ഡിഫക്റ്റീവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ നോർമൽ സെൽസിനും ഏത് ടിഷ്യൂ ആണോ ഇരിക്കുന്നത് അതിനനുസരിച്ചാകും അതിൻ്റെ ഫങ്ഷൻസ്. ക്യാൻസർ സെല്ലായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നഷ്ടപ്പെട്ടു പോകും. അടുത്തതാണ് പൊട്ടൻഷ്യൽ ഇമ്മോർട്ടാലിറ്റി. ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നശിക്കാത്തൊരവസ്ഥ എന്നാണ്. ഒരു ക്യാൻസർ സെല്ല് അപ്പോപ്റ്റോസിസ് ഒന്നും ചെയ്ത് നശിക്കില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പൊട്ടൻഷ്യൽ ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിഫക്റ്റീവ് ആണെങ്കിൽ അത് സ്വയം നശിക്കും. ക്യാൻസർ സെല്ലിന് അങ്ങനെ ഒരു കഴിവില്ല. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്രോമസോമൽ ഇൻകൺസിസ്റ്റൻസി ആൻഡ് ജനറ്റിക് ഇൻസ്റ്റബിലിറ്റി. ക്രോമസോംസ് ഡിവിഷൻ്റെ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്തുണ്ടാവുന്ന ഡോട്ടർ സെൽസ് ഈക്വൽ ആയിരിക്കില്ല. ഉണ്ടാവുന്ന ഡോട്ടർ സെൽസിലെ ക്രോമസോം നമ്പറിലും മാറ്റം വരാം. ഇനാക്റ്റീവ് ഗോൾഗി ബോഡീസ് ആൻഡ് ഡിസ്ഓർഗനൈസ്ഡ് സൈറ്റോസ്കെൽറ്റൺ. ഗോൾഗി ബോഡീസ് ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന പ്രോട്ടീൻസ് ഡിഫക്റ്റീവ് പ്രോട്ടീൻസ് ആകും. അങ്ങനെ ട്രാൻസ്പോർട്ട് മെക്കാനിസം പ്രോപ്പറായി നടക്കില്ല. എൻഹാൻസ്ഡ് ഗ്ലൈക്കോലൈസിസ് ആൻഡ് ഹൈ യൂട്ടിലൈസേഷൻ ഓഫ് ഷുഗർ. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ വളരേണ്ടി വരുമ്പോൾ ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഒന്നും അതിന് കിട്ടിയെന്ന് വരില്ല. ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. പ്രോട്ടിയോലൈറ്റിക് എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ ക്യാൻസർ സെൽസിൽ ഭയങ്കര ഇൻക്രീസ്ഡ് ആയിരിക്കും. പ്ലാസ്മിനോജൻ, പ്ലാസ്മിൻ പ്രോട്ടീൻസ് എല്ലാം ആക്ടിവേറ്റഡ് ആകും. അവർ പ്ലാസ്മ മെംബ്രെയിനിലുള്ള പ്രോട്ടീൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയും. ഇനി ലാസ്റ്റ് വൺ, ഇൻക്രീസ്ഡ് നെഗറ്റീവ് ചാർജ് ഓൺ പ്ലാസ്മ മെംബ്രെയിൻ. നോർമൽ സെല്ലിനെ അപേക്ഷിച്ച് നെഗറ്റീവ് ചാർജ് ഒരു ക്യാൻസർ സെല്ലിൽ കൂടുതലായിരിക്കും. And thank you for watching my video.